അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ലാസ്റ്റ് ചെയ്ത ഒരു വീഡിയോന് ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്തിട്ട് കുഞ്ഞുമായിട്ടില്ല. അപ്പോൾ അതിലൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിന്, പിന്നെ ഹോസ്പിറ്റൽ ചിലവും അതുപോലെ തന്നെ ഹോസ്പിറ്റൽ എക്സ്പീരിയൻസും നമ്മളായിട്ട് ഷെയർ ചെയ്യുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാനപ്പോൾ ആ ഒരു വീഡിയോയും കണ്ടാട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഹോസ്പിറ്റൽ എക്സ്പീരിയൻസും അതുപോലെ തന്നെ അവിടുത്തെ എത്ര പൈസയായി എനിക്ക് ഡെലിവറിക്ക്, അവിടെ റൂമിനും അതുപോലെ തന്നെ ഡെലിവറിക്കും എത്ര രൂപയായി എനിക്ക് എന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവർക്ക് വേണ്ടിയിട്ടും പിന്നെ ഇനിയിപ്പോൾ ആ ഡോക്ടറെ കാണിക്കാനോ ആ ഹോസ്പിറ്റലിലേക്ക് പോകുന്നവർക്കും വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാട്ടോ വന്നിട്ടുള്ളത്. എനിക്ക് ഹോസ്പിറ്റലിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഹോസ്പിറ്റലായിട്ട് അത് മാറിയിരിക്കുകയാണ്. എന്താ പറഞ്ഞാൽ അവിടുത്തെ സ്റ്റാഫിൻ്റെയും ഒന്നാമത് നമ്മളെ ഡോക്ടർ സ്വഭാവമാണ്. ഡോക്ടർ സ്വഭാവം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്വഭാവമാണ്. എല്ലാവരും മോളെ 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 എന്ന് വിളിച്ചിട്ട് ഡോക്ടർ സംസാരിക്കൂ. എന്ത് കാര്യം മോളെ ഇന്ന് ഇതാണ്, പിന്നെ മോളെ ഇപ്പോൾ ഡെലിവറി എടുത്തു, മോളെ ഇപ്പോൾ സ്കാനിങ് ആണ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് പിന്നെ ശശിരേഖ ഡോക്ടർ എല്ലാവരെയും ഈ മോളെ എന്നുള്ള വാക്ക് വിളിച്ചിട്ട് തന്നെയാണ് എല്ലാവരെയും സ്വീകരിക്കുന്നത്. അതുപോലെ തന്നെ എല്ലാവരോടും നല്ല പെരുമാറുന്നതും. അതുകൊണ്ട് എനിക്ക് ഡോക്ടറെ പറ്റിയിട്ട് ഭയങ്കര നല്ല അഭിപ്രായമാണ്. ചില ആൾക്കാർ പറയുന്നുണ്ട് ഡോക്ടർ അങ്ങനെയാണ് അങ്ങനെയാണ്. പിന്നെ ഞാൻ മറ്റുള്ളവരെ വാക്കിപ്പോൾ കേൾക്കുന്നില്ല. പണ്ടെല്ലാം കേട്ടുകൊണ്ടായിന്, പക്ഷെ അപ്പോൾ ഞാൻ കേൾക്കുന്നില്ല. ഇപ്പോൾ എനിക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ മറ്റുള്ളവരെ കുറിച്ചിട്ട് കുറ്റം പറയാറുള്ളൂ. അപ്പോൾ എനിക്ക് ഈ ഡോക്ടറെ കുറിച്ചിട്ട് നല്ല അഭിപ്രായം തന്നെയാണ് പറയാനുള്ളത്. അപ്പോൾ ചില ആളിപ്പോൾ വീഡിയോ കണ്ടുകൊണ്ട് വരുന്നുണ്ടാവും, അത് ഓക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടാവും ഹോസ്പിറ്റലിൽ നിന്ന്, അതുകൊണ്ടാണ് അപ്പോൾ ആ ഡോക്ടറെ കുറിച്ചിട്ട് ഇങ്ങനെ പറയുന്നതെല്ലാം. അപ്പോൾ അല്ല കേട്ടോ. അപ്പോൾ എനിക്ക് ഡോക്ടറെ കുറിച്ചിട്ട് നല്ല അഭിപ്രായമാണ്. അതുപോലെ തന്നെ അവിടുത്തെ സ്റ്റാഫിനെ കുറിച്ചിട്ട് നല്ല അഭിപ്രായമാണ്. പിന്നെ എനിക്ക് അവിടുന്ന് എത്ര ബില്ലായി എന്ന് ചോദിച്ചു. ലാസ്റ്റ് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വരുമ്പോൾ എത്ര ബില്ലായി എന്ന്. അപ്പോൾ ബില്ലെന്ന് പറയുമ്പോൾ ഇതാ ഇങ്ങനെ 4 കടലാസായിട്ടാണ് ഉള്ളത് കേട്ടോ. 4 കടലാസിലായിട്ടാണ് ബില്ലുള്ളത്. അപ്പോൾ എന്താ ഞാൻ പറയാം, ഓരോന്നിനെ കുറിച്ചിട്ട് പറയാം കേട്ടോ. ഈ ബില്ലിലെ ഓരോ കാര്യങ്ങളെ കുറിച്ചിട്ട് പറയാൻ ജസ്റ്റ് കണ്ടോ അത്ര. ഇതുപോലെ 4 പേപ്പേഴ്സിലായിട്ടാണ് ബില്ല് തന്നിട്ടുള്ളത്. ലാസ്റ്റ് ഡിസ്ചാർജിൻ്റെ ടൈമിൽ ബില്ല് തന്നിട്ടുള്ളത്. അപ്പോൾ ഓരോന്നിനെ കുറിച്ചിട്ടും പറയാം. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അഡ്മിഷൻ ചാർജാണ്. അതിൽ 250 രൂപയായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ECG എടുത്തിട്ടുണ്ട്. അപ്പോൾ ECG എടുത്തതിന് 250 രൂപയാണ്. അതുപോലെ തന്നെ LT ചാർജ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം, അതിന് 3500 രൂപയാണ്. അതെന്ത് സംഭവം എന്നറിയില്ല, LT ചാർജ്. പിന്നെ ഇമേജ്, അതെന്ത് സംഭവമല്ല, 250 വന്നിട്ടുള്ളത്. പിന്നെ NST 250. നഴ്സിംഗ് ചാർജ് 1200 വന്നിട്ടുള്ളത്. 3 നേഴ്സാണ്. പിന്നെ റൗണ്ട്സിന് വേണ്ടിയിട്ട് 900 രൂപയാണ്. പിന്നെ റൂം റെൻറ്റ് AC റൂമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 2850 രൂപയായിട്ടുണ്ട് 3 ദിവസത്തേക്ക്. പിന്നെ വാട്ടർ ഇലക്ട്രിസിറ്റി ചാർജ് പറയുന്നത് 3 ദിവസത്തേക്ക് 1200 രൂപയാണ്. പിന്നെ ഹൗസ് കീപ്പ് നമ്മൾ ക്ലീൻ ചെയ്യാൻ വരുന്നില്ല ആ ചേച്ചിമാർക്കൊക്കെ വേണ്ടിയിട്ട് 3 ദിവസത്തേക്ക് 600 രൂപയാണ് വന്നത്. ടോട്ടല് 11,250 രൂപയാണ്. കാണുന്നുണ്ട് വിചാരിക്കുന്നു. 11,250 രൂപയാണ് വന്നിട്ടുള്ളത്. ഈ അഡ്മിഷൻ്റെ ആ ഒരു സംഭവം, അഡ്മിഷൻ ചെയ്ത ആ ഇതും പിന്നെ അങ്ങനെ അഡ്മിഷൻ ചാർജ്, റൗണ്ട്സ്, നഴ്സിംഗ് ചാർജ് അതെല്ലാം കൂടിയിട്ട്. പിന്നെന്ന് പറയുന്നത് ബേബി കെയർ പ്ലസ് NICU, അതുപോലെ തന്നെ ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെ ഇതുമായിട്ടുള്ളത്. അതിന് 750 രൂപയാണ്. ബേബി കെയർ പ്ലസ് അതുപോലെ തന്നെ NICയും പിന്നെ ബർത്ത് സർട്ടിഫിക്കറ്റിനും കൂടിയിട്ട് 750 രൂപയാണ് വരുന്നത്. പിന്നെയെന്ന് പറഞ്ഞാൽ പീഡിയാട്രീഷ്യൻ ചാർജ് എന്ന് പറയുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഡോക്ടർ പുറത്തുനിന്ന് കൊണ്ടുവരുന്നതാണ്. അപ്പോൾ ഡോക്ടർ സുഗതനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫീ 2000 രൂപയാണ് വരുന്നത്. പിന്നെ ഡെലിവറി ചാർജ് എന്ന് പറയുന്നത് 8000 രൂപയാണ്. അപ്പോൾ ഇതൊക്കെയാട്ടോ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ദിവസം തന്നത്. അപ്പോൾ ടോട്ടൽ എത്ര പൈസയായി എന്ന് പറയുമ്പോൾ 22,000 രൂപയാണ്. ഇതൊക്കെ കൂട്ടി നോക്കുമ്പോൾ 22,000 രൂപയായിട്ടുണ്ട്. പിന്നെ ഇതുകൂടാതെ നമ്മൾ ഹോസ്പിറ്റലിൽ മുമ്പ് പോയിട്ട് ചാർജ് ചെയ്തതും നമ്മൾ സ്കാൻ ചെയ്തതും അതുപോലെ തന്നെ ഓരോരോ ടെസ്റ്റും ആവശ്യങ്ങൾക്കും എല്ലാം ആയിട്ട് ഒരു 50ൻ്റെ അടുത്ത് എത്തും എന്തായാലും. ഓരോരോ
പിന്നെ ടെസ്റ്റുകളും കാര്യങ്ങളും ഉണ്ടല്ലോ. പിന്നെ അതുപോലെ തന്നെ സ്കാനിങ്ങിനും എല്ലാം കൂടിയിട്ടാകുമ്പോൾ ഒരു 50ൻ്റെ അടുത്ത് എത്തും, ചിലപ്പോൾ 50 കഴിയുമായിരിക്കും. ഇപ്പോൾ ഹോസ്പിറ്റൽ റൂംസിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ പറഞ്ഞാൽ നമ്മളെ ഹോസ്പിറ്റൽ റൂംസ് AC റൂമാണെങ്കിലും സാധാരണ നോർമൽ റൂമാണെങ്കിലും നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ എല്ലാത്തിലും നല്ല ക്ലീൻ ആയിട്ടുള്ളതാണ് റൂംസ് ഓരോന്നും. അതുപോലെ തന്നെ ബാത്റൂമും നല്ല വൃത്തിയുണ്ട്. ഇടയ്ക്കിടയ്ക്ക് പിന്നെ അവർ സ്റ്റാഫ് വന്നിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ട്. ആരെങ്കിലും ഈ ഹോസ്പിറ്റലിൽ ഡെലിവറിക്ക് പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയിക്കോളൂ. പിന്നെ ഡോക്ടറോട് പറയണം ഞാൻ ഈ വീഡിയോ കണ്ടിട്ടാണ് വന്നതെന്ന് പറയണം. ഞാൻ ഫസ്റ്റ് ടൈമിൽ തന്നെ വീഡിയോ എടുക്കുമായിരുന്നു. എനിക്കൊരു നാണക്കേടാണ് ഉണ്ടായത്. ഫസ്റ്റ് അങ്ങോട്ട് പോകുമ്പോൾ ഒരു ഡോക്ടറെല്ലാം കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞാലോ അങ്ങനത്തെ ഒരു ഇതെല്ലാം ഉണ്ടായിനെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ആദ്യം മുതലേ ഡോക്ടറോട് പറയണമായിരുന്നു നമുക്കൊരു വീഡിയോ എടുക്കണമെന്നുണ്ടെന്ന് ശരിക്കും. അപ്പോൾ ആ ടൈമിൽ ഞാൻ കൺസീവ് ആയ ടൈമിൽ തൊട്ട് ഇപ്പോൾ വരെ ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് കിട്ടി. ശരിക്കും ആ പ്രഗ്നൻസി ടൈം വരെ ഫുള്ള് വീഡിയോ തന്നെ ആയിരിക്കും. അപ്പോൾ എനിക്ക് ഒരു എന്തോ നാണക്കേടായതുകൊണ്ടാണ് ഞാനൊന്നും പറയാതെ ലാസ്റ്റ് ഡെലിവറി ടൈമിൽ ഡെലിവറി കഴിഞ്ഞതിന് ശേഷമാണ് ശരിക്കും ഞാൻ പറഞ്ഞത് ഞാനിങ്ങനെയൊക്കെ വീഡിയോ ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഡോക്ടർ പറഞ്ഞത് മുമ്പേ പറയായിരുന്നില്ലേ എന്നെല്ലാം പറഞ്ഞു. അപ്പോൾ ഇനി നെക്സ്റ്റ് എപ്പോഴെങ്കിലും നോക്കാം. പിന്നെ ഇപ്പോൾ വേറൊന്നുമില്ല പറയാൻ വേണ്ടിയിട്ട്. ഈ ഒരു കമൻറ്റ് കണ്ടു. പിന്നെ ഞാൻ ഈ ഒരു കമൻറ്റിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ റിപ്ലൈ അധികം ഈ ഒരു വീഡിയോ ആയിട്ട് ചെയ്തത്. പിന്നെ എന്നോട് 2-3 പേര് വേറെയും ചോദിച്ചിട്ടുണ്ടായിനെ. അവർ നമ്മുടെ നാട്ടിൽ തന്നെ ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുമായിട്ട് ഈ ഒരു വീഡിയോ ഉപകരിക്കട്ടെ. പിന്നെ ഇനി ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു ഉപകരിക്കട്ടെ ഈ വീഡിയോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ വീണ്ടും കാണാം. അതുവരെയും ഗുഡ് ബൈ, ടേക്ക് കെയർ, ബൈ.